ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും സമീസ് ഫുഡ് ആൻഡ് വ്ലോഗിലോട്ട് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് വളരെ ഉപയോഗപ്രദമായ ഒരു വീഡിയോ ആണ്. അപ്പോൾ ഇപ്പോൾ നല്ല തണുപ്പാണല്ലോ. ഈ തണുപ്പത്തൊക്കെ നമുക്ക് കുടിക്കാൻ പറ്റിയ ഒരു ചുക്ക് കോഫിയാണ് നമ്മളിന്ന് ഇവിടെ തയ്യാറാക്കുന്നത്. വളരെ ഈസിയാണ്, വളരെ നമുക്ക് എങ്ങനെ യൂസ്ഫുൾ ആയിട്ട് തയ്യാറാക്കാം എന്നാണ് ഞാനിവിടെ കാണിക്കുന്നത്. അപ്പോൾ അതിനു മുന്നായിട്ട് ആദ്യമായിട്ട് നമ്മുടെ വീഡിയോസ് കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. അപ്പോൾ പോയാലോ. ഇപ്പോൾ നമുക്ക് ചുക്ക് കാപ്പിക്ക് ആവശ്യമായ സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യമായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് 2 കഷ്ണം ചുക്കാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ചുക്ക് ഇൻ കേസ് കയ്യിലില്ലെങ്കിൽ നിങ്ങൾക്ക് നമ്മൾ സാധാരണ ഇഞ്ചി ഉണ്ടല്ലോ അത് യൂസ് ചെയ്യാം. പിന്നെ അതിനോടൊപ്പം തന്നെ ഞാൻ എടുത്തിട്ടുള്ളത് 1 ടീസ്പൂൺ നമ്മുടെ ഫ്രഷ് ആയിട്ടുള്ള നല്ല മുഴുവനോടുള്ള കുരുമുളകാണ്. അപ്പം അതും ഒരു ഫ്രഷായിട്ട് തന്നെ എടുക്കണം, നമ്മൾ പൊടിച്ച് വെച്ചതോ അങ്ങനെയുള്ളതൊന്നും എടുക്കരുത്. പിന്നെ നമുക്ക് ഒരു 1/4 ടീസ്പൂൺ ജീരകം, അതായത് ചെറിയ ജീരകം ഉണ്ടല്ലോ അത് യൂസ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഫ്ലേവർ കൂടിക്കഴിഞ്ഞാൽ ഫ്ലേവർ മുന്നിട്ട് നിൽക്കും. അതുകൊണ്ട് എപ്പോഴും നമ്മളൊരു 1/4 ടീസ്പൂൺ യൂസ് ചെയ്യുന്നതാണ് എപ്പോഴും ബെറ്റർ. പിന്നെ നമുക്ക് ഒരു 1/2 ടീസ്പൂൺ മല്ലിയും കൂടെ ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്. എല്ലാവരും അങ്ങനെ യൂസ് ചെയ്യത്തില്ല മല്ലി. ഉമ്മ യൂസ് ചെയ്യുന്നുണ്ട്, എൻ്റെ ഉമ്മ യൂസ് ചെയ്യാറുണ്ട്. അതുകൊണ്ട് ഞാനും ഒരു 1/2 ടീസ്പൂൺ മല്ലി ഇതിന് യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ നമുക്ക് ആവശ്യമെന്ന് പറയുന്നത് നമ്മുടെ കരിപ്പൊട്ടി ഉണ്ടല്ലോ അത് നമുക്ക് ആവശ്യമാണ്. മെയിൻലി കരിപ്പൊട്ടിയാണ് ആവശ്യം. ഇതിപ്പം ഞാൻ നന്നായിട്ട് വാഷ് ചെയ്ത് ഒന്ന് ഫ്രിഡ്ജിൽ വെച്ചിട്ടുള്ളതാണ്. ഇല്ല നിങ്ങൾക്ക് ഇത് നിങ്ങളുടെ കയ്യിലില്ലെങ്കിൽ നിങ്ങൾക്ക് പനം കൽക്കണ്ടല്ലോ അത് യൂസ് ചെയ്യാം. അത് ഈ കഫമൊക്കെ അലിഞ്ഞു പോകാൻ നല്ലതാണ്. അപ്പോൾ ഇത് നമ്മുടെ മധുരത്തിനനുസരിച്ച് ആഡ് ചെയ്യാം. നമുക്ക് എത്ര വേണമെന്നൊന്നുമില്ല, നമുക്ക് എത്ര മധുരമുണ്ട് അത് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. നമുക്ക് മെയിൻലി ആവശ്യം എന്ന് പറയുന്നത് തുളസിയാണ്. ഇത് നമ്മൾ ഇവിടെ കിട്ടുന്ന തുളസിയാണ്. ഇപ്പോൾ ഞാൻ ഈ നമ്മുടെ ഫ്ലാറ്റിൻ്റെ താഴെയായിട്ട് തുളസി നിൽപ്പുണ്ട്. അപ്പോൾ ഞാൻ എപ്പോഴും ഇങ്ങനെ ഇതുപോലെ തണ്ടോടുകൂടി പറിച്ച് ഇതുപോലെ ഒരു വെയ്സിലിട്ട് വെക്കാറുണ്ട്. കാണാനും ഭംഗിയാണ്. നമുക്ക് ഈ ജലദോഷമൊക്കെ വരുമ്പോഴത്തേക്ക് യൂസ് ചെയ്യാം കേട്ടോ. ഇത് ഞാൻ ഇതിൽ നിന്ന് പറിച്ച് കോഫിയിൽ യൂസ് ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് കാപ്പി തയ്യാറാക്കാൻ വേണ്ടിയിട്ട് 2 കപ്പ് വെള്ളം വേണം. അപ്പോൾ ഞാൻ ഓൾറെഡി 2 കപ്പ് വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് ഈ പാത്രത്തിലോട്ട്, കാപ്പി തിളപ്പിക്കുന്ന പാത്രത്തിലോട്ട് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനിയിപ്പോൾ നമുക്ക് കാപ്പി തിളപ്പിക്കാൻ വേണ്ടിയിട്ട് വെള്ളം ചൂടാക്കാം. ഇനി ഇത് ഒന്ന് ചൂടാവട്ടെ, അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. തിളപ്പിച്ചതിന് ശേഷമാണ് നമ്മൾ ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്യാനുള്ളത്. ഇനിയിപ്പോൾ ഇതുപോലൊരു കല്ലുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഇടിച്ചെടുക്കാം. അല്ല അമ്മിയാണ് നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ അമ്മിയിൽ യൂസ് ചെയ്യാം. അപ്പോൾ ഞാനിപ്പോൾ ഇതിലാണ് ഇടിച്ചെടുക്കുന്നത്. നല്ല ഫ്രഷായിട്ട് കിട്ടാൻ വേണ്ടി നമ്മൾ സഡനായിട്ട് അത് ഇടിച്ചെടുക്കുന്നതാണ് ബെറ്റർ. അപ്പോൾ ഞാൻ തന്നെ നമ്മുടെ ചുക്ക് ഇട്ടിട്ടുണ്ട്. ഇതിനെ ജസ്റ്റ് ഒന്ന് നമുക്കൊന്ന് ചതച്ചെടുക്കാം. അപ്പോൾ ഇത് ഞാൻ ഇടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ കുരുമുളക് ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. അത് നമുക്കിതുപോലെ ഇടിച്ചെടുക്കാം. അപ്പോൾ കുരുമുളക് ഇടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഫൈനലി ജീരകവും ആ മല്ലിയും കൂടെ ചേർത്ത് ഇടിച്ചെടുക്കാം. അത് നമ്മുടെ ഇഷ്ടാനുസരണം എങ്ങനെയാണെന്നുള്ളത് ഇടിച്ചെടുക്കാം കേട്ടോ. ഞാൻ ചുമ്മാ അങ്ങനെ ഒന്ന് ഇതാക്കിയേ ഉള്ളൂ. അപ്പോൾ ഞാൻ മൊത്തത്തിൽ ഇടിച്ചെല്ലാം എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ നമ്മളെല്ലാം ഇടിച്ചെടുക്കണം ഫ്രഷായിട്ട് കണ്ടോ. ഇനി നമുക്കിതിനെ വെള്ളത്തിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ വെള്ളം തിളച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം നന്നായിട്ട്. ഇതൊന്ന് തിളയ്ക്കട്ടെ. തിളച്ച് വറ്റണം. ഒരു 1/2 കപ്പോളം വറ്റി വരണം, എങ്കിലേ ആ ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള ടേസ്റ്റ് അതിന് കിട്ടത്തുള്ളൂ. ഇനി നമ്മളിതിലോട്ട് ആഡ് ചെയ്യാൻ പോകുന്നത് കരിപ്പൊട്ടിയാണ്. അത് നമുക്ക് ഈ സമയത്ത് ആഡ് ചെയ്ത് കൊടുക്കാം. എപ്പോൾ വേണമെങ്കിലും ആഡ് ചെയ്യാം, ഫസ്റ്റോ ലാസ്റ്റോ. മധുരത്തിനാണ് നമ്മളിത് ചേർക്കുന്നത്. അപ്പോൾ ഇത് എനിക്ക് ഇച്ചിരി മധുരം കൂടുതൽ വേണമെന്നുള്ളതുകൊണ്ട് ഞാൻ ഇച്ചിരി മധുരം കൂട്ടിയിടുന്നുണ്ട്. ഇതിൽ കിടന്ന് നന്നായിട്ടൊന്ന് വെള്ളം അലിഞ്ഞ് വന്നോളും. ഇനി നമ്മൾ ഞാൻ നല്ല ഫ്രഷ് ആയിട്ടുള്ള നമ്മുടെ തുളസി ലീഫ് ഇതിലോട്ട് ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ നമുക്ക് ഇതിൽ കിടന്ന് നന്നായിട്ടൊന്ന് തിളയ്ക്കട്ടെ. പിന്നെ നമുക്ക് പനിക്കൂർക്ക ഉണ്ടെങ്കിൽ അത് ആഡ് ചെയ്യാം കേട്ടോ. അതിപ്പോൾ നമ്മൾ ഇവിടെ കിട്ടാൻ ബുദ്ധിമുട്ടാണ്, അതുകൊണ്ടിട്ട് ഞാൻ ആഡ് ചെയ്യുന്നില്ല. നിങ്ങൾക്കത് നിർബന്ധമായിട്ട് ആഡ് ചെയ്യാം. ഉള്ള ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്യുന്നത് നല്ലതാണ്. പിന്നെ ഈ ചുക്ക്, മല്ലി, ജീരകം ഇതൊക്കെ നല്ല പെട്ടെന്ന് നമ്മൾ കോമൺ കോൾഡ് ആണെങ്കിൽ പെട്ടെന്ന് മാറിക്കിട്ടും. ഒരു 4 ഡേയ്സൊക്കെ ഇത് കുടിച്ചു കഴിഞ്ഞാൽ മതി, പെട്ടെന്ന് മാറും. നല്ലൊരു റിഫ്രഷ്മെൻ്റ് ആണ്. നമുക്കിതിലോട്ട് ഒരു 1/2 ടീസ്പൂൺ കോഫിപ്പൊടി ചേർത്ത് കൊടുക്കാം. ആ ഒരു കോഫിയുടെ ആ ഒരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയാണ്. നമ്മളിത് ചുക്ക് കാപ്പിയാണല്ലോ, അപ്പോൾ ആ ഒരു ഫ്ലേവർ നമുക്ക് വരണമല്ലോ. അതിന് വേണ്ടിയിട്ട് നമ്മളൊരു 1/2 ടീസ്പൂൺ കോഫിപ്പൊടി ഇതിലോട്ട് ആഡ് ചെയ്യുന്നുണ്ട്.
നല്ലൊരു ടേസ്റ്റ് കിട്ടും കേട്ടോ. നിങ്ങൾക്ക് എത്ര കടുപ്പം വേണം അതനുസരിച്ച് നിങ്ങൾക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇവിടെ നമ്മുടെ ചുക്ക് കാപ്പി തയ്യാറായിട്ടുണ്ട്. നമ്മൾ വെച്ചതിനും വെള്ളമൊക്കെ നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കാം. ഇത്രയും മതി കേട്ടോ. ഇനി നമുക്ക് ഒരു അരിപ്പയിലോട്ട് ഇതിനെ ഒന്ന് അരിച്ചൊഴിച്ചു കൊടുക്കാം. അരിച്ചിങ്ങനെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇനി നമുക്കിതൊരു സ്പൂൺ പോലെ ഇതുകൊണ്ട് ഇങ്ങനെ ഒന്ന് ജസ്റ്റ് ഒന്ന് നമ്മൾ ഇതുപോലെ ഒന്ന് ആക്കി കൊടുത്തിട്ട് പ്രസ് ചെയ്ത് കൊടുക്കുക. കാരണം ഇതിൻ്റെ മൊത്തം ഇതിൻ്റെ ഇതും നമുക്ക് ഇതിലോട്ട് ഇറങ്ങണം. ആ ടേസ്റ്റ് ഫ്ലേവറൊക്കെ ഇറങ്ങണം. വെറുതെ നമ്മളിതങ്ങ് കളഞ്ഞു കളയരുത്. ഇതുപോലെ നമ്മൾ ചെയ്ത് കൊടുക്കുക. ഇതിൻ്റെ ഫുള്ളി ആയിട്ടുള്ള ആ എസൻസ് മൊത്തം നമുക്കതിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ നമ്മളൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കണമെന്ന് പറയണം. ആ ഫ്ലേവർ മൊത്തം ഇറങ്ങണമല്ലോ. അപ്പോൾ നമ്മളിവിടെ തയ്യാറായിട്ടുണ്ട്. ഞാൻ മൊത്തത്തിൽ എല്ലാം അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു ഗ്ലാസ്സിലോട്ട് ഒഴിക്കാം കേട്ടോ. ഇനി ഇത് ചൂടോടുകൂടി തന്നെ കുടിക്കണമെങ്കിൽ നമുക്ക് ആ പെർഫെക്റ്റ് നമുക്ക് അത് കിട്ടത്തുള്ളൂ. ആ ഇതിൻ്റെ ഒരു ഇത് ഇനി നമുക്കിതിലോട്ട് വേണമെങ്കിൽ ഒരു തുളസി ലീഫ് ഇട്ട് കൊടുക്കാം കേട്ടോ. ഓപ്ഷനിലാണ്. ഞാൻ എൻ്റെ കയ്യിലുള്ളതുകൊണ്ട് മാത്രമേ ഇട്ടുന്നേ ഉള്ളൂ. ഇനി ഇതിനെ ജസ്റ്റ് ഒന്ന് നമുക്കൊന്ന് ഭംഗി കൂട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ക്യാമറയ്ക്ക് ഭംഗി കൂട്ടാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒരു കുരുമുളക് ഞാൻ ജസ്റ്റ് ഒന്ന് താഴെ ഒന്ന് സ്പ്രെഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ വെറുതെ ഒരു ഭംഗിക്കാണ് കേട്ടോ. അപ്പോൾ നമ്മളിവിടെ ടേസ്റ്റി ആയിട്ടുള്ള ട്രഡീഷണൽ ആയിട്ടുള്ള നമ്മുടെ ചുക്ക് കോഫി ഇവിടെ തയ്യാറായിട്ടുണ്ട്. അപ്പം ഇതിപ്പോൾ ഞാൻ ഈ റീസെൻ്റ്ലിയാണ് എൻ്റെ ഡെലിവറി കഴിഞ്ഞത്. അപ്പോൾ ഞാൻ കുളിച്ച് വരുന്ന സമയത്തൊക്കെ എൻ്റെ ഉമ്മ ഇതാണ് എനിക്ക് തരുന്നത്. അപ്പോൾ നല്ല നമുക്ക് ഈ ജലദോഷം നീർക്കെട്ട് ഒക്കെ ഇതിന് നല്ല യൂസ്ഫുള്ളാണ്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ നമ്മൾ കോമൺ ആയിട്ടുള്ള കോൾഡ് ആണെങ്കിൽ ഇത് കഴിച്ചാൽ മാത്രം മതി, നമുക്ക് പെട്ടെന്ന് ഇതിൽ നിന്ന് റിലീസ് ചെയ്യാൻ പറ്റും. അപ്പോൾ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. കാരണം നമ്മുടെ ഈ ക്ലൈമറ്റൊക്കെ ഇപ്പോൾ ചേഞ്ചായി വരുന്നുണ്ടല്ലോ. നല്ല തണുപ്പിലോട്ടാണ് നമ്മുടെ ഈ സൗദി അറേബ്യ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പുതിയ വീഡിയോയുമായിട്ട് വരുന്നതുവരെ സമീസ് ഫുഡ് ആൻഡ് വ്ലോഗ് സൈനിങ് ഓഫ്.